ആ ഉമ്മാടെ വിളിയുണ്ട്, പോയി നോക്കാം, ഉമ്മാക്കെന്തോ വയല് പറയാനുണ്ട്. ഉപ്പയുടെ വിളിയുണ്ട്, പോയി നോക്കാം, എന്തോ ഉപദേശിക്കാനുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൻ ചോദിക്കും, മോള് ചോദിക്കും, ഉമ്മാനോടും ഉപ്പാനോടും, നിങ്ങൾക്ക് ഇതല്ലാതെ ഒന്നും പറയാനില്ലേ? നിങ്ങളൊക്കെ ജീവിച്ച കാലമാണോ ഇത്? അതെ. എന്നിട്ടവരതിനെക്കുറിച്ച് ഉമ്മയും ബാപ്പയും കേൾക്കാതെ ഒരുപക്ഷെ കേൾപ്പിച്ചുകൊണ്ടും ഒരു കമന്റും പാസാക്കും. പാപ്പാക്ക് തന്ത വൈബാണ്, ഉമ്മാക്ക് തള്ള വൈബാണ്, അത് തള്ള വൈബാണ്, അത് തന്ത വൈബാണ്. ഈ രൂപത്തിലുള്ള ട്രോളാനുള്ള ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ട് തന്നെ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയോട്, ഉമ്മയോട് അല്പം പോലും ഒരു സ്നേഹം കാണിക്കാത്ത, ആദരവ് കാണിക്കാത്ത മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ മാത്രം ക്ലാസ്സുകൾക്ക് പോയിട്ടെന്താ ഉമ്മമാരെ? നിങ്ങൾ മാത്രം ഖുർആൻ പഠിക്കാൻ പോയിട്ടെന്ത് പ്രയോജനമുണ്ട് ഉപ്പമാരെ? കാരണം അള്ളാന്റെ കലാമോദിയിട്ട് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് വിശാലമാകണ്ടേ? അവർ നിങ്ങളല്ലാനെ പഠിച്ചതുപോലെ അവർ പഠിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാനെ അവർ പഠിച്ചിട്ടില്ലല്ലോ. പരലോക കോടതിയെ അവർ പഠിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ വിചാരണകൾ അവർ പഠിച്ചിട്ടില്ലല്ലോ. അള്ളാന്റെ കിതാബ് പരിചയപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെതായ ഒരു അറകളിലേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പരിഹാരങ്ങളുടെ തുരുത്തുകളിലേക്ക്, പരിഹാരങ്ങളുടെ മേഖലകളിലേക്ക് ഓരോ രക്ഷിതാവിൻ്റെയും ശ്രദ്ധ തിരിയണേ എന്നാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ രാത്രിയിൽ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്.